ഹലോ. ഹലോ. എന്താടോ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കാത്തെ? എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ. എന്താടോ ഒരുമാതിരിയൊക്കെ ഇരിക്കണേ? എന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല. കാര്യം പറയടോ, എന്താണ്? നിങ്ങളെന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലല്ലോ. പോന്നിടത്തും വരുന്നിടത്തും ഒക്കെ നിന്നെ ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുമോ മോളെ? നിങ്ങൾ പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞേ? എൻ്റെ പൊന്നു മോളല്ലേ. പിന്നെ എന്തൊക്കെയായിരുന്നു കിട്ടിക്കൊണ്ടുള്ള ടൈമിൽ? എന്തൊക്കെയായിരുന്നു? പിന്നെ അവിടെ കൊണ്ടുപോവാ, ഇവിടെ കൊണ്ടുപോവാ. അതിൻ്റെ പരാതിയും പരിഭവം തീർക്കാനാണോ ഈ വിളിച്ചിട്ട് മിണ്ടാതിരിക്കണേ? ഞാൻ എപ്പം മിണ്ടാണ്ടിരുന്നു? ഞാൻ 2-3 തവണ വിളിച്ചപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് ഒന്നും മിണ്ടുന്നില്ല. എന്താ സംഭവം എന്നറിയില്ലല്ലോ. പിന്നെ ഇതാണ് സംഭവം. ഭയങ്കര വിഷമത്തിലല്ലോ. എന്താ പറ്റിയേ? നിങ്ങൾ ഇന്നെ എവിടേക്കും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതിൻ്റെ വിഷമമാണോ ഇത്? നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലാന്ന് തോന്നുന്നപ്പോൾ. അയ്യോ, ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ നിന്നെ വിളിക്കണതൊക്കെ? അത് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം വിളിക്കണതാ. പഠിച്ചവനെ അങ്ങനെയൊന്നും പറയല്ലേ. ഇങ്ങനെയൊക്കെ ഞാൻ പറയും, നിങ്ങളെ സ്വഭാവം കൊണ്ടിട്ടല്ലേ. അയ്യോ, അതിന് ഇങ്ങനെയൊക്കെ പറയണോ? അങ്ങനെയൊക്കെ പറയണം. എന്നാൽ ഞാൻ ഇനി മേലാലും വിളിക്കൂല ഇങ്ങനെ പറഞ്ഞാൽ. അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം, എന്നെ അടുത്ത് തല്ലുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ തന്നെ ഉണ്ടാക്കേ. എൻ്റെ പൊന്നു മോളല്ലേ. പിന്നെ എന്താണ് ഒളിപ്പിക്കുന്നതിൻ്റെ പൊന്നു മോള്? ഞാൻ വരുമ്പോൾ കൊണ്ടുപോടോ. ഇനി നിങ്ങൾ എന്നെ കൊണ്ടുപോകണ്ട, എനിക്കറിയാം ഒറ്റയ്ക്ക് പോവാൻ. ഉറപ്പായിട്ടും കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഉറപ്പായിട്ടും കൊണ്ടുപോവാം. ഇനി പറ്റിക്കല്ലേ കേട്ടോ. ഇല്ല, ഇനി പിണങ്ങല്ല കേട്ടോ. പിണങ്ങിയാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. ഒരുമാതിരി എനിക്ക്. അത് നിങ്ങളെ സ്വഭാവം വെച്ചിരിക്കേ. ഞാൻ പിണങ്ങാതിരിക്കണൊക്കെ. എനിക്കുള്ള എല്ലാം അങ്ങ് പോകും, അതിൻ്റെ ഒക്കെ മാറിപ്പോണ്ട്. അയ്യോ, സ്നേഹം ഉണ്ടായിട്ടാണ് കേട്ടാ. പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട്, പാവല്ലേ, മണ്ടബുദ്ധിയല്ലേ. ചുമ്മാ പറഞ്ഞേ, ബുദ്ധിയുള്ളവണ്. അത് പറയുമ്പോ എന്താ ഇത്ര ദേഷ്യോ? എനിക്ക് മനസ്സിലായി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ നിന്നോട്. എന്ത് പാവം പെട്ട മനുഷ്യൻ. എന്താടോ പെട്ട മനുഷ്യൻ? അത് ശരിയാ, ഞാൻ പെട്ടതാണ്. ഞാനാ പെട്ടത്, നിങ്ങളല്ല. ഞാനാ പെട്ടത്. ഞാനാണ് ഒരു കുരുക്കി പെട്ടുപോയത്. അതെല്ലാരും പറയുന്നുണ്ട്. കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട്. ആർക്ക്? നിനക്ക്. അതുകൊണ്ടാ പിന്നെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കണത്. അല്ലെങ്കിൽ എപ്പോഴും ഒഴിവാക്കിയാണ്. നിങ്ങളങ്ങനെ ഒഴിവാക്കും. എന്തേ? അല്ല മോളെ, നിനക്കെല്ലാം പറയാലോ അല്ലേ? എനിക്കെല്ലാം പറയാം. എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാ എല്ലാം തീർന്നില്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനൊന്നുമില്ല. രണ്ടാളും ഒരേപോലെ ആയാൽ ശരിയാവോ? അത് ശരിയാവില്ല. നിങ്ങൾ താഴ്ന്നു തരണം എനിക്ക്. നീ എനിക്ക് താഴ്ന്നു തരണം. പിന്നെന്ത്? നിങ്ങളെന്റെ കെട്ടിയവനല്ലേ, അപ്പൊ നിങ്ങളാ ഫസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ നീ എൻ്റെ കെട്ടിയോളല്ലേ, അപ്പൊ നീയല്ലേ ആദ്യം ചെയ്യണ്ട, ഏറ്റവും മുന്നേ. അല്ല, നിങ്ങളാ. ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഭർത്താവ് ഫസ്റ്റ് തോറ്റു തരണം. ഭാര്യ അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം കേട്ടാ. എപ്പോഴും ഭാര്യ തോറ്റു വന്നിട്ട് ഒരു കാര്യമില്ല. ഇടയ്ക്കൊക്കെ ഭർത്താവും വേണം. ആയിക്കോട്ടെ, നിന്റെ കൂടെ മല്ലു പിടിക്കാൻ ഞാനില്ല. ഏതായാലും തോറ്റാ പോരെ ആരായാലും. ഇപ്പൊ നമ്മള് രണ്ടാൾക്ക് ഇപ്പൊ ഞാനും നീ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നീ തോറ്റാ പോരെ. അതെന്തോ കേട്ടില്ല. ചുമ്മാ പറഞ്ഞാലോ.